പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂൺ മാസം 11-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്ന നന്മകൾക്ക് എല്ലാത്തിനും സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, കർത്താവ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യഹോവ ജയറയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 107-ാം സങ്കീർത്തനത്തിൽ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഏക മനസ്സോടുകൂടെ ആമേൻ ഐക്യമത്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. 6 മാസവും കർത്താവേ ഈ 11-ാമത്തെ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവർ വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികൾ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ രോഗസൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പൂർണ്ണമായ സ്വസ്ഥതയും സൗഖ്യവും സമാധാനവും കൊടുത്ത് കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വായ്ക്കകത്ത് അൾസർ വന്ന് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, ബാലൻസിൻ്റെ പ്രോബ്ലത്താൽ ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നവർ, അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നവർ, കിടക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ വെർട്ടിഗോയുടെ അസ്വസ്ഥതകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവൻ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് ജോയിൻറ്റുകൾക്ക് വേദന അനുഭവപ്പെടുന്നവർ, നടക്കുവാൻ പ്രയാസം അനുഭവപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും തൻ്റെ ജനത്തെ കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ ഫേവർ തൻ്റെ മക്കളോടൊപ്പം ഉള്ളതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതും വലിയ മഹത്വമായി തീരുവാൻ, ശ്രേഷ്ഠകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകണം. വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ കർത്താവ് സഭയ്ക്കായിട്ട് ചെയ്യുന്നതിന് സ്തോത്രം. ദൈവരാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കും വലിയ മുന്നേറ്റത്തിന് ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. കർത്താവ് അനുവദിച്ചാൽ എല്ലാവരും ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നും തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയില്ല. കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളെ നമ്മൾ തക്ക സമയത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കണം. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 6 മാസം, ജൂൺ 6 മാസത്തിൻ്റെ 11-ാം ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുക. ആമേൻ. ഈ വർഷം ആരംഭിച്ചു. ഏകദേശം പകുതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരു ഒരു 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 തികഞ്ഞ ഒരു ബോധമുണ്ടാകണം. കർത്താവ് ആമേൻ നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്നു, നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു ഈ വർഷവും. ആമേൻ. ഇത്രയും കാലം മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ പകുതി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞോ? ആരെയെങ്കിലും ഒക്കെ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞോ എന്നൊക്കെ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ദൈവം നമുക്കെല്ലാം തന്നു. നമുക്ക് ആവശ്യമായ ആഹാരവും വസ്ത്രവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയും നമ്മുടെ ജീവിതത്തിൽ നന്മകളും എല്ലാം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ബട്ട് നമ്മൾ ഇതുവരെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കുന്നത്, ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കർത്താവ് തന്ന നന്മകൾ കൊത്തവണ്ണം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് ആമേൻ പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മളെ ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ പുതിയൊരു ദിവസം ആരംഭിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നമ്മുടെ ദൈവം നിശബ്ദനായി നിൽക്കുന്ന ദൈവമല്ല. കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. സ്തോത്രം. ആൻഡ് അതുമാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങളിലും വ്യക്തിപരമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ടീച്ചിങ് യു ടു പ്രോഫിറ്റ്, അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മളെ പ്രോഫിറ്റബിളായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ടീച്ച് ചെയ്യും. അപ്പം കർത്താവ് എന്നാ ചെയ്യുന്നത്? കർത്താവിൻ്റെ ജ്ഞാനത്തെ നമ്മളിലേക്ക് പകരുകയും അത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ, ആത്മീകമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ഫൈനാൻഷ്യലായ കാര്യങ്ങളിലാണെങ്കിലും അതൊക്കെ നമുക്ക് പ്രോഫിറ്റബിളായി തീരേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് അവൻ തൻ്റെ ജ്ഞാനത്തെ അതാത് ദിവസങ്ങളിൽ നമ്മളിലേക്ക് പകർന്നു തരും. ഹല്ലേലൂയ. ഏത് വഴികളിലൂടെ നമ്മൾ പോകണം, എങ്ങനെ നമ്മൾ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ജസ്റ്റ് കർത്താവ് അനുഗ്രഹിക്കുക മാത്രമല്ല, ആമേൻ, നമ്മുടെ ഓരോ ചുവടുകളെയും ഡയറക്റ്റ് ചെയ്യുവാൻ, നമുക്ക് വഴി കാണിച്ചു തരുവാൻ, വഴി പറഞ്ഞു തരുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, കർത്താവെ അങ്ങെന്നെ സഹായിക്കണമേ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവെ അങ്ങനെ വഴി കാണിക്കണമേ, അങ്ങനെ ഗൈഡ് ചെയ്യണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരനായവൻ നമ്മളെ വഴി കാണിക്കുവാനും നമുക്ക് ദൈവിക ജ്ഞാനം തന്ന് ഹല്ലേലൂയ ദൈവിക പദ്ധതിയിൽ നമ്മളെ കൊണ്ടുപോകാനും കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ടീച്ചേഴ്സ് അസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ബൈബിൾ നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ അങ്ങയുടെ ജ്ഞാനം എന്നിലേക്ക് പകർന്നു തരണം. ആമേൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അത് ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സുവിശേഷ വേല ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അതിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവെ അങ്ങനെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പം അതുപോലെ കർത്താവ് നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീതിപാതകളിൽ നമ്മളെ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് കാണിക്കുന്ന വഴികളിലൂടെ പോകുവാൻ തക്കണം. കർത്താവിൻ്റെ വഴികളെ ഇഷ്ടപ്പെടുവാനും അതിനകത്തൂടെ നടക്കുവാനും നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അതാതിൻ്റെ സമയങ്ങളിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം വീണ്ടെടുത്ത് തരാൻ മതിയായവന്. അവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ നമുക്ക് വീണ്ടെടുത്ത് തരുവാനും കർത്താവ് മതിയായവന്. ഇങ്ങോട്ട് നോക്കിയേ, അന്ന് പത്രോസ് മീൻ പിടിക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയേ. രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചു, ഒന്നും പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിൻ്റെ
ആമേൻ ആ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ തിരിച്ചറിയുവാനും അതിനെ ഫോളോ ചെയ്യാനും ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ചെയ്തപ്പോൾ ഹി എക്സ്പീരിയൻസ് സൂപ്പർ നാച്ചുറലായ പ്രോഫിറ്റാണ് അനുഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന സകലത്തിലും നമുക്കൊരു അസാധാരണമായ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ ദൈവികമായ ആമേൻ അരുളപ്പാടുകളെ കേൾക്കുകയും ദൈവവചനത്തെ നമ്മൾ പഠിക്കുകയും ദൈവം തരുന്ന ജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മൾ ചെയ്യുന്ന സകലത്തിലും അസാധാരണമായി നമുക്ക് മുന്നേറുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എത്ര നഷ്ടങ്ങളുടെ നടുവിലൂടെ പോവുകയാണെങ്കിലും, എത്ര പരാജയങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിലും, ഇന്ന് യെശയ്യാ 48:17 പ്രകാരം നമ്മളെ അഭ്യസിപ്പിക്കുന്ന, നമ്മളെ വഴി കാണിക്കുന്ന, നമ്മളെ ഗൈഡ് ചെയ്യുന്ന നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെ അഭ്യസിപ്പിക്കുന്നു. യു ട്രെയിൻ മീ ലോർഡ്. അങ്ങനെ ട്രെയിൻ ചെയ്താട്ടെ, അങ്ങനെ വഴി കാണിച്ചു തന്നാട്ടെ, അങ്ങനെ പോകേണ്ട വഴി കാണിച്ചു തന്നാട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രോഫിറ്റബിളായി മുന്നോട്ട് പോകുവാൻ, പ്രയോജനകരമായി മുന്നോട്ട്, ഒരിക്കലും എങ്ങും നഷ്ടം വരാതെ, സമയം നഷ്ടം വരാതെ, കാശ് നഷ്ടം വരാതെ, ഒന്നും നഷ്ടം വരാതെ നമ്മളെ പ്രോഫിറ്റബിളായി കൊണ്ടുപോകാൻ, ഫ്രൂട്ട്ഫുൾ ആക്കി തീർക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിന് കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടത്തിലേക്ക് പോകല്, ഒന്നും അവർക്ക് നഷ്ടമാകല്ല. അവരുടെ ടൈം നഷ്ടമായി പോയി, അല്ലെങ്കിൽ പൈസ നഷ്ടമായി പോയി, അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടമായി പോയി, ഒന്നും പറയാൻ ഇടവരാതെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ ശുഭകരമായി പ്രോഫിറ്റബിളായി പ്രവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങ് കാണിക്കുന്ന വഴിയിലൂടെ പോകുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ സഹായിക്കണം. നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഇവരെല്ലാം ഫലം കായ്ക്കട്ടെ, ഫ്രൂട്ട്ഫുള്ളായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.